ഹലോ, എല്ലാവർക്കും ഡി വ്ളോഗ്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ആദ്യക്കുട്ടനെ മുട്ടക്കുട്ടനാക്കാൻ വേണ്ടി പോകാട്ടോ. ഞങ്ങൾ പഴനിയിൽ പോയിട്ട് മുട്ടയടിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇത്തവണ നാട്ടിൽ വന്നപ്പം 2 കാര്യങ്ങളായിരുന്നു മെയിനായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചത്. ഒന്ന്, ആദ്യക്ക് ഗുരുവായൂർ പോയിട്ട് ചോറൂണ് കൊടുക്കണമെന്ന് വിചാരിച്ചു. പിന്നെ പഴനിയിൽ പോയിട്ട് മുട്ടയടിക്കണമെന്ന്. അപ്പം ഈ വരവിന് 2 കാര്യവും നടന്നു. പക്ഷേ അതിലൊരു ചെറിയ വിഷമം എന്താണെന്ന് വെച്ചാൽ മുട്ടയടിക്കാൻ പോകുമ്പം ഏട്ടൻ ഉണ്ടായില്ല. ഏട്ടൻ തിരിച്ച് ഒമാനിലേക്ക് പോയിട്ടോ. എന്നാലും ഞങ്ങളെല്ലാവരും കൂടെ പോയി നമ്മൾ ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമല്ലോ. ഞങ്ങൾ ഇവിടുന്ന് ഒരു 6 മണിക്കൊക്കെ ഇറങ്ങിയത് കേട്ടോ. നമുക്കിവിടെ അടുത്താണ്, ഒരുപാട് ദൂരമൊന്നുമില്ല, ഒരു 1.5-2 മണിക്കൂറിനുള്ളിൽ കഷ്ടി അത്ര ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ പഴനിയിലേക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ മറ്റേ കാറ്റാടി സംഭവങ്ങളില്ലേ, ആ പാടം പോലെ അതിങ്ങനെ കുറേ കണ്ടു. അതിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിങ്ങനെ കുറേ അതൊക്കെ നോക്കി എൻജോയ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പഴനി എത്തി അടിവാരത്ത് തന്നെയാണ് മുട്ടയടിക്കേണ്ടത്. അതിനായിട്ട് സൗജന്യ തലമുണ്ടന സ്ഥലമുണ്ട്, അവിടെ പോയാൽ മതി. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആട്ടോ, ഒരു പൈസ ഒന്നും കൊടുക്കണ്ട. പക്ഷേ അവിടെ ചെറിയൊരു കാര്യമുണ്ട്, ഞാൻ പറയാം. നമ്മളവിടെ പോയിട്ട് ഒരു ടോക്കൺ വാങ്ങിയാൽ അവർ നമുക്ക് ബ്ലേഡും ആ ടോക്കണും തരും. അതുകൊണ്ട് ഈ മുട്ടയടിക്കുന്ന ആളടുത്ത് പോയാൽ അവർ ഇരുത്തിയിട്ട് നമ്മളെ കൊണ്ട് മുട്ടയടിപ്പിക്കും. എന്നിട്ട് അയാൾ പറയും പണിക്കാശ് തരണം കേട്ടോ എന്ന്. അവിടെ ഒരുപാട് തവണ ഇങ്ങനെ അനൗൺസ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇവരിങ്ങനെ പല പൈസയും ചോദിക്കും, പക്ഷെ നമ്മൾ കൊടുക്കരുതെന്ന്. പക്ഷെ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും പുള്ളി നമുക്ക് മുട്ടയടിച്ച് തന്നതല്ലേ എന്നുകൊണ്ട് ഞങ്ങൾ അന്ന് 100, അതും അയാൾ പറയും 100 രൂപ കുറയാതെ തരണം എന്ന് പറയും. അപ്പം നമ്മളങ്ങനെ ആദ്യം അവർക്ക് 100 രൂപ കൊടുത്തു. ഇത് കഴിഞ്ഞ് നമ്മൾ അടുത്ത് തന്നെ കുളിമുറി ഉണ്ട്, അവിടെ പോയിട്ട് കുളിപ്പിച്ചു. അവിടെയും ഇതുപോലെ പൈസ വരും. ഇങ്ങനെ ഒരുപാട് സ്കാം ഉണ്ട്. പക്ഷേ ഓക്കെ, അതൊക്കെ വിട്. അത് നിങ്ങൾ ആരെങ്കിലും പഴനി പോകുന്നുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഞാൻ നിങ്ങൾക്ക് അതൊരു വേറെ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ അത്രയൊക്കെയുള്ളൂ നമ്മുടെ പഴനിയിലെ വിശേഷം. അപ്പോൾ ഓക്കെ, ബൈ.